എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോഗ്രഫിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് പ്രാദേശികവാദങ്ങൾ എന്നാണ്. പ്രാദേശികവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് പ്രദേശം, അല്ലേ? ചില ലൊക്കാലിറ്റികൾ, അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമായി ചില കാറ്റുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് വിളിക്കുക. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ താപനിലയുടെയും ഒക്കെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, ആ പ്രദേശത്തിൻ്റെ താപവ്യതിയാനങ്ങൾ കൊണ്ടും ആ പ്രദേശത്തിൻ്റേതായ മർദ്ദവ്യത്യാസങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില പ്രത്യേക കാറ്റുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അത് കാണപ്പെടുന്നത്. അത് ആ പ്രദേശത്തിൻ്റെ മാത്രം പ്രാദേശിക വ്യതിയാനങ്ങൾ കൊണ്ടും ആ പ്രദേശത്തിൻ്റെ മാത്രം താപവ്യതിയാനങ്ങൾ കൊണ്ടും സംഭവിച്ച കാറ്റുകളാണ്. അപ്പോൾ എല്ലായിടത്തും കാണാൻ വേണ്ടി പറ്റുന്ന കാറ്റുകളല്ല. അതുകൊണ്ടാണ് ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാറ്റുകൾ എന്ന നിലയ്ക്ക് നമ്മൾ പ്രാദേശികവാദങ്ങളെ വിളിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വാദങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അധികവും എന്താണ്? ചില പ്രത്യേക കാലങ്ങളിൽ മാത്രം വീശുന്ന കാറ്റുകളാണ്, സ്ഥിരമായിട്ടുള്ള കാറ്റുകളല്ല. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ഇത് ഓരോരോ പ്രദേശത്തിൻ്റെയും ആ ലോക്കൽ ലാംഗ്വേജ്, ആ പ്രാദേശിക ഭാഷയിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരുപാട് പ്രാദേശികവാദങ്ങളുണ്ട്. അതിൽ നമുക്ക് ചില പ്രാദേശികവാദങ്ങളെ, നമുക്ക് 4 പ്രാദേശികവാദങ്ങളെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 പ്രാദേശികവാദങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അത് ഏതൊക്കെയാണ്? ഒന്ന് ലൂ, മറ്റൊന്ന് ചിനൂക്ക്, പിന്നെ ഒന്ന് ഫൊൻ, പിന്നെ ഒന്ന് ഹർമാറ്റൻ. ഇതല്ലാതെയും കുറേ പ്രാദേശികവാദങ്ങളുണ്ട്. ഈ ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന കാറ്റാണ്. ഇന്ത്യയിലെ ഉത്തരേന്ത്യയിൽ വീശുന്നൊരു കാറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് വീശുന്ന പ്രദേശം ലൂ എന്ന് പറയുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന കാറ്റാണ്. ഈ കാറ്റ് ഒരു ഉഷ്ണക്കാറ്റാണ്. ഓക്കെ, ഇതല്ലാതെയും ഇന്ത്യയിൽ വേറെ കാൽ ബൈശാഖി അല്ലെങ്കിൽ മാംഗോ ഷവേഴ്സ് എന്നൊക്കെ പറയുന്ന വേറെയും കുറേ കാറ്റുകളൊക്കെ ഉണ്ട്. പ്രാദേശികവാദങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വീശുന്നുണ്ട്. ഓക്കെ, എന്തായാലും ലൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ വേനൽക്കാലത്ത്, അതായത് ഇന്ത്യയുടെ ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വീശുന്ന കാറ്റാണ് ലൂ എന്ന് പറയുന്ന കാറ്റ്. ഈ കാറ്റ് ഇന്ത്യയുടെ ഉത്തരേന്ത്യയിലേക്കാണ് വീശുന്നത്. ഓക്കെ, ഉത്തരേന്ത്യ സമതലങ്ങളിലേക്കാണ് വീശുന്നത്. ഇതൊരു ഉഷ്ണക്കാറ്റാണ്. മാത്രമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേനൽക്കാലത്ത് വീശുന്ന കാറ്റാണ്, മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകൾ വളരെ വരണ്ട ഉഷ്ണക്കാറ്റാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ വേനൽക്കാലത്ത് കനത്ത ചൂടിലേക്ക് ഉത്തരേന്ത്യ പോവാറുണ്ട്, താരതമ്യേന നമ്മളെ അപേക്ഷിച്ച്, കേരളത്തെ അപേക്ഷിച്ചിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സമുദ്ര സാമീപ്യം കുറവാണ് എന്നതാണ്. അതായത് നമ്മൾ കുറച്ചുകൂടെ തീരപ്രദേശത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ താപനില കൂടാതെയും ഒരു മിതോഷ്ണമായിട്ട് നമുക്ക് കിട്ടും. തണുപ്പ് കാലത്ത് വലിയ അളവിൽ തണുപ്പിലേക്ക് പോവില്ല, ചൂടുകാലത്ത് വലിയ അളവിൽ ചൂടിലേക്ക് പോവില്ല. കേരളം ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഈ സമുദ്ര സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് വലിയ തണുപ്പിലേക്കും ചൂടുകാലത്ത് വലിയ ചൂടിലേക്കും പോവാറുണ്ട്. അങ്ങനെ ചൂട് ഓൾറെഡി കൂടുതലുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഉഷ്ണകാലത്ത്. അവിടേക്കാണ് ഈ പറയുന്ന ഉഷ്ണക്കാറ്റ് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നത്. അപ്പം ഉത്തരേന്ത്യയുടെ വേനൽക്കാലത്തെ താപനില വളരെയധികം ഉയരുന്നതിന്, അല്ലെങ്കിൽ ഉഷ്ണകാലത്തിന് വേനലിൻ്റെ തീക്ഷ്ണത വളരെ വർദ്ധിക്കുന്നതിന് ഈ ലൂ എന്ന് പറയുന്ന പ്രാദേശികവാദം കാരണമാകാറുണ്ട്. അടുത്തൊരു പ്രാദേശികവാദമാണ് ചിനൂക്ക്. ചിനൂക്ക് എവിടേക്കാണ് വീശുന്നത്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലാണ്. വളരെ പേര് കേട്ട ഒരു പർവ്വതനിരയാണ് റോക്കി പർവ്വത ചെരുവ്. ഇത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കാനഡ എല്ലാം ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് വടക്കേ അമേരിക്ക എന്ന് പറയുന്നത്. ഇതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. പക്ഷെ ചിനൂക്കിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശൈത്യം മൂലം മഞ്ഞ് മൂടിയിട്ട് നമ്മുടെ കനേഡിയൻ സമതലങ്ങളിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത്.
ഈ ഗോതമ്പ് കൃഷിയൊക്കെ വളരെയധികം തണുപ്പ് കാരണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ചിനൂക്ക് എന്ന് പറയുന്ന ഈ വരണ്ട ഉഷ്ണക്കാറ്റ് അവിടേക്ക് വീശുന്നത്. അപ്പോൾ വരണ്ട ഉഷ്ണക്കാറ്റായതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം അധികം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഈ സ്ഥലത്തേക്ക് ഈ കാറ്റ് എത്തുകയാണ്. ഈ കാറ്റ് എത്തുന്നതോടുകൂടിയിട്ട് ഈ വരണ്ട കാറ്റെത്തുമ്പോൾ ആ കാറ്റ് കാരണം അവിടുത്തെ ഈ കനേഡിയൻ സമതലങ്ങളിലെ മഞ്ഞെല്ലാം ഉരുകി മാറും. അങ്ങനെ മഞ്ഞ് ഉരുകി മാറുന്നതുകൊണ്ട് അവർക്കവിടെ ശൈത്യകാല വിളകളായിട്ടുള്ള ഗോതമ്പൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി, തണുപ്പത്ത് തന്നെയാണ് നമ്മൾ ഗോതമ്പ് കൃഷി ചെയ്യാറുള്ളത്, പക്ഷേ അത് വളരെയധികം തണുപ്പിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ തണുപ്പ് എന്ത് ചെയ്യാൻ പറ്റും, തണുപ്പ് കാല വിളകളായ ശൈത്യകാല വിളകളായ ഗോതമ്പെല്ലാം അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പം മഞ്ഞിനെ ഉരുക്കിക്കളയുന്നു ആര്, ഈ ചിനൂക്ക് വന്നില്ലെങ്കിൽ അവിടെ വളരെയധികം അതിശൈത്യം കൊണ്ട് അവിടെ അവർ ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പം മഞ്ഞിനെ ഉരുക്കിക്കളയുന്ന അല്ലെങ്കിൽ മഞ്ഞിനെ തിന്നുന്ന എന്നർത്ഥത്തിൽ, മഞ്ഞുതീനി എന്ന അർത്ഥത്തിൽ അവരുടെ നാട്ടിലെ ഒരു പ്രാദേശിക വാക്കാണ് ചിനൂക്ക്, മഞ്ഞിനെ തിന്നുന്നത്, മഞ്ഞുതീനി. അങ്ങനെ മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ ഈ കാറ്റിനെ വിളിച്ചത്. ഓക്കെ, അടുത്തതാണ് ഫൊൻ എന്ന് പറയുന്നത്. ഫൊൻ എന്ന് പറയുന്നതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റ് തന്നെയാണ്. അത് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലൂടെയാണ് വീശുന്നത്. ഇതും ആൽപ്സ് പർവ്വതനിര വളരെ പ്രധാനപ്പെട്ട ഒരു പർവ്വതനിരയാണ് ലോകത്തിലെ. ഈ യൂറോപ്പിലാണുള്ളത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലൂടെ വീശുന്ന ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൊന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതും ഒരു വരണ്ട ഉഷ്ണക്കാറ്റാകുമ്പോൾ ഈ ആൽപ്സ് പർവ്വതനിരയിലും അതിശൈത്യം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ അതിശൈത്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ ആൽപ്സ് പർവ്വത ചെരുവിലേക്കാണ് ഈ വരണ്ട ഉഷ്ണക്കാറ്റായുള്ള ഫൊൻ എത്തുന്നത്. അതോടുകൂടിയിട്ട് അവിടുത്തെ തണുപ്പിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ ഈ ഫൊന്നും കാരണമാകുന്നുണ്ട്. അടുത്തൊരു കാറ്റാണ് ഹർമാറ്റൻ. ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നാണ് വീശുന്നത്. ഇത് സഹാറ മരുഭൂമിയിൽ നിന്ന് തെക്കേ നമ്മുടെ പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ഓക്കെ, അതായത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ, അവിടെ നിന്ന് കിഴക്കൻ ആഫ്രിക്കയിലേക്കാണ് ഈ കാറ്റ് വീശുന്നത്. ഹർമാറ്റൻ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമിയിൽ നിന്ന് ശരിക്ക് അത് നമ്മുടെ കിഴക്കൻ ആഫ്രിക്കയിലേക്കാണ് ഇത് വീശുന്നത്. ഇത് വേറൊരു കാര്യം ഈ കാറ്റ് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടും ചൂടിന് ശമനമേകുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം കൊടും ചൂടിന് ശമനമേകുന്നു എന്ന് എഴുതാം. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹർമാറ്റൻ എന്ന് പറയുന്ന ഈ കാറ്റ് നമ്മുടെ ഈ ആഫ്രിക്കയുടെ ഒരു സാഹചര്യത്തിൽ അവിടെ ശൈത്യകാലത്ത്, അവിടുത്തെ തണുപ്പ് കാലത്ത് അവിടുത്തെ ആളുകൾക്ക് പലതരത്തിലുള്ള ശൈത്യകാല അസുഖങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ മൂക്കടപ്പ്, ജലദോഷം, അങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് ഈ കുറച്ചുകൂടെ ചൂടുള്ള ഒരു കാറ്റാണ് ഈ ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഈ കാറ്റ് അങ്ങോട്ടേക്ക് വീശുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ശൈത്യകാല അസുഖങ്ങൾ ഈ കാറ്റ് എത്തുന്നതോട് കൂടിയിട്ട്, തണുപ്പ് മാറുന്നതോട് കൂടിയിട്ട് അവിടെ അവർക്ക് അസുഖങ്ങൾ കൂടി മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ കാറ്റിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഡോക്ടർ ഹർമാറ്റൻ എന്നുള്ള പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ഡോക്ടർ ഹർമാറ്റൻ അവിടുത്തെ അസുഖങ്ങൾ മാറ്റിക്കുന്നു. അപ്പം കൊടും ചൂടിന് ശമനമേകുന്നു എന്ന് എഴുതിയത് ഇത് ആ അർത്ഥത്തിലല്ല ഇത്, പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രാ നോളജ് എന്ന നിലയിലാണ് ഞാൻ ഡോക്ടർ ഹർമാറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. എനിവേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ സവിശേഷത, കൊടും ചൂടിന് ശമനമേകുന്നു എന്നുള്ള ആ സവിശേഷത പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. നമ്മൾ ഈ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ 4 പ്രാദേശിക വാദങ്ങളെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇന്ത്യയിൽ വീശുന്നതാണ് ലൂ, വടക്കേ അമേരിക്കയിലാണ് ചിനൂക്ക്, ഫൊന്ന് യൂറോപ്പിൽ, ഹർമാറ്റൻ ആഫ്രിക്കയിൽ. ഓരോ സവിശേഷതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുമ്പം എന്താണ്, ആ വാക്കിൽ തന്നെയുണ്ട്, സ്ഥിരമല്ല അല്ലേ. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. അത് ഏത് ദിശയിൽ നിന്ന് വരുമെന്നോ ഏത് ദിശയിലേക്ക് ആയിരിക്കും അതിൻ്റെ ശക്തി വരുന്നതെന്നോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. സ്ഥിരമല്ല ഈ കാറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ഒരേ കാലത്ത് ഇത് വീശുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രവചിക്കാൻ പറ്റും. അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ അത്രത്തോളം പ്രവചിക്കാൻ പറ്റുന്ന കാറ്റുകളല്ല അസ്ഥിരവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ.
അതായത് ഒരു ചെറിയൊരു കാലം മാത്രം, ദിവസങ്ങൾ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, അസ്ഥിരവാദങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഹ്രസ്വകാലം, ചിലപ്പോൾ മണിക്കൂറുകൾ മുതൽ ചില ഏതാനും ദിവസങ്ങൾ വരെ മാത്രമാണ് ആരുണ്ടാവുകയുള്ളൂ, അസ്ഥിരവാദങ്ങൾ നിലനിൽക്കാറുള്ളൂ. അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതോ, ചിലപ്പോൾ വലിയ ശക്തിയിലായിരിക്കും കാറ്റ് വീശുക, ചിലപ്പം വളരെ നേർത്ത ശക്തിയിലും വീശാം. അതിൻ്റെ ദിശ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അസ്ഥിരവാദങ്ങളിൽ പ്രധാനമായിട്ട് 2 ആളുകളാണ് വരുന്നത്, 2 കാറ്റുകളാണ്. ഒന്ന് ചക്രവാതങ്ങൾ, മറ്റൊന്ന് പ്രതിചക്രവാതങ്ങൾ. ഈ ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളുമാണ് ഏത് ഗണത്തിൽപ്പെടുന്നത്? നമ്മുടെ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നത്. അപ്പോൾ അതിൽ ആദ്യം ചക്രവാദം നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതിചക്രവാദം നോക്കാം. ഇതിന് 2ൻ്റെയും ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2ൻ്റെയും ചിത്രങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിവേ ഞാൻ നിങ്ങൾക്ക് ഇതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ചക്രവാതം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ അവിടെ ചുഴലിക്കാറ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, യഥാർത്ഥത്തിൽ ചുഴലിക്കാറ്റ് എന്നുള്ളത് ചുഴലിക്കാറ്റിൻ്റെ ഒരു രൂപമാണ്, ചക്രവാതത്തിൻ്റെ ഒരു രൂപമാണ് ചുഴലിക്കാറ്റ്. ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ അറിയപ്പെടുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേറെ വേറെ പേരുകളിൽ അറിയപ്പെടുന്ന ചക്രവാതങ്ങളുണ്ട്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ വില്ലി വില്ലീസ് ഓസ്ട്രേലിയയിലാണ്. ടൈഫൂൺസ്, അതുപോലെ തന്നെ നമ്മുടെ ടൊർണാഡോ, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ഹാരിക്കെയിൻസ്, ഇങ്ങനെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന കാറ്റുകളുണ്ട്. അപ്പം ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ വിളിക്കുന്ന ചുഴലിക്കാറ്റൊക്കെ ഈ ചക്രവാതത്തിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. ഓക്കെ, ചക്രവാതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ചക്രവാതങ്ങളെന്ന് ആദ്യം വായിച്ചു നോക്കാം, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജ്ജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജ്ജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹാരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ഇനി മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഇത്രയും വായിച്ചപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഓരോന്നായിട്ട് പരിശോധിക്കാം. അതായത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരവാദങ്ങളിലെ ഒരു ടൈപ്പാണ്, ഒരു തരമാണ്. അസ്ഥിരവാദങ്ങളിലെ ഒരു തരമാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരു തരമാണ് ഏത്? പ്രതിചക്രവാദം. അപ്പോൾ നമുക്ക് പ്രതിചക്രവാദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചക്രവാതങ്ങൾ എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഈ ചക്രവാതങ്ങളെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഉപോഷ്ണ ചക്രവാതങ്ങൾ, ഉപോഷ്ണ മേഖലയിലെ ചക്രവാതങ്ങൾ. ഈ ഉപോഷ്ണ മേഖലയിലെ ചക്രവാതങ്ങൾ നമ്മൾ പൊതുവേ ഉപോഷ്ണ മേഖലയിൽ കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഭൂമിയെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭൂമധ്യരേഖ ഇതിൽ ഏകദേശം ഒരു 23.5-30 ഡിഗ്രി വരെയാണ് നമ്മൾ ഉഷ്ണമേഖല, അല്ലെങ്കിൽ ഈ മേഖലകളെയാണ് നമ്മൾ 23.5-30 ഡിഗ്രി ഭാഗങ്ങളെയാണ് നമ്മൾ ഉപോഷ്ണ മേഖല എന്ന് വിളിക്കാറുള്ളത്. അതിൽ തന്നെ ഈ ഭൂമധ്യരേഖയും കൂടെ ഉൾപ്പെടുമ്പോൾ ഏകദേശം ഒരു 23.5 അല്ലെങ്കിൽ 23.5 to 30 ഡിഗ്രി വടക്ക്, 23.5 to 30 ഡിഗ്രി തെക്ക്, അതായത് ഈ 30-30 ഇടയിലായിട്ട് നിൽക്കുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് നമ്മൾ മൊത്തത്തിൽ ഉഷ്ണമേഖല എന്ന് പറയാം. ഈ ഭാഗങ്ങളിൽ വീശുന്ന, ഈ അടയാളപ്പെടുത്തിയ ഈ ഭാഗങ്ങളിൽ വീശുന്ന
ചക്രവാതങ്ങൾ അല്ലെങ്കിൽ ഇവിടെ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെയാണ് നമ്മൾ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ എന്ന് വിളിക്കുക. ഇനി ഈ 30 ഡിഗ്രിയുടെ മേലെ ഏകദേശം ഒരു 60 ഡിഗ്രി വടക്ക് വരെയും അതേപോലെ തന്നെ 30 ഡിഗ്രിയുടെ തെക്ക് 60 ഡിഗ്രി തെക്ക് വരെയും ഈ ഭാഗങ്ങളിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ, ഈ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റുകളെയാണെങ്കിൽ, ചക്രവാതങ്ങളെയാണെങ്കിൽ, രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെയാണെങ്കിൽ നമ്മൾ അവയെ വിളിക്കുന്ന പേരാണ് ഈ 60 ഡിഗ്രി 30 ഡിഗ്രി വടക്കിനും 60 ഡിഗ്രി വടക്കിനും അതുപോലെ തന്നെ 30 ഡിഗ്രി തെക്കിനും 60 ഡിഗ്രി തെക്കിനും ഇടയിലാണ് വീശുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ 66.5 വരെയും പറയാറുണ്ട്. നമുക്കൊരു ഒരു ഒരു ഇതിന് വേണ്ടി നമുക്ക് 30 എടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 23 നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് ഉഷ്ണമേഖല എന്നും 30 ഡിഗ്രിക്കും 60 ഡിഗ്രി വടക്കിനും ഇടയിൽ മിതോഷ്ണ മേഖല എന്നും. അപ്പോൾ ഇവിടെ ഏതോ ഒരു മിതോഷ്ണ മേഖലയുണ്ട്, ഇവിടെയും ഒരു മിതോഷ്ണ മേഖലയുണ്ട്. ഈ മിതോഷ്ണ മേഖലയിലാണ് നമ്മുടെ ഈ പറയുന്ന ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപോഷ്ണ മേഖലയിൽ മിതോഷ്ണ മേഖലയിൽ വീശുന്ന ചക്രവാതങ്ങളാണ്. അത്തരം ചക്രവാതങ്ങളെ നമ്മൾ മിതോഷ്ണ ചക്രവാതങ്ങൾ എന്ന് വിളിക്കും. അപ്പം 2 തരത്തിൽ ചക്രവാതങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞത് ഉഷ്ണമേഖല ചക്രവാതം. ഓക്കെ, ഉഷ്ണമേഖല ചക്രവാതം ഞാൻ മുഴുവൻ എഴുതുന്നില്ല. 2 മിതോഷ്ണ മേഖല ചക്രവാതം. അപ്പം ഉഷ്ണമേഖല ചക്രവാതമാണെങ്കിൽ എവിടെയായിരിക്കും? നമ്മുടെ 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കിനും ഇടയിൽ, അതായത് ഉത്തരാർദ്ധഗോളത്തിലാണ് 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക്, ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഈ അക്ഷാംശീയ പ്രദേശങ്ങൾക്കിടയിലാണെങ്കിൽ അത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. എന്നാൽ 60 ഡിഗ്രി, അതായത് 30 ഡിഗ്രി വടക്കിനും 60 ഡിഗ്രി വടക്കിനും അതുപോലെ 30 ഡിഗ്രി തെക്കിനും 60 ഡിഗ്രി തെക്കിനും ഇടയിൽ ഈ പ്രദേശങ്ങളിലാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ. ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതാണ് 2 തരത്തിലുള്ള ചക്രവാതങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് ഈ ചക്രവാതങ്ങൾ? വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ വലിയൊരു കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ശ്രദ്ധ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് അത് കാണുക, അല്ലെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്താണ് ചക്രവാതം എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞത് ചക്രവാതങ്ങൾ 2 തരത്തിലുണ്ടെന്നാണ്, 2 മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്ഥിരവാദങ്ങളുടെ ഒരു തരമാണ്. ചക്രവാതങ്ങൾ 2 മേഖലകളിൽ, ഉഷ്ണമേഖലയിലും രൂപം കൊള്ളാം, മിതോഷ്ണ മേഖലയിൽ രൂപം കൊള്ളാം. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെ നമ്മൾ വിളിച്ച പേര് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. മിതോഷ്ണ മേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങളെ വിളിച്ച പേര് മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ. അപ്പോൾ ഇനി എന്താണ് ഈ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ നേരത്തെ വായിച്ച കാര്യങ്ങൾ ഞാൻ ഇനി വായിക്കില്ല. ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻസ് നിങ്ങൾ കേട്ടതിന് ശേഷം ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. അതായത് ഒരു സ്ഥലത്ത് ന്യൂനമർദ്ദവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദവും രൂപം കൊള്ളുന്നു. അതായത് ഒരു പ്രദേശത്ത് ന്യൂനമർദ്ദവും അതിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഉച്ചമർദ്ദവും രൂപം കൊള്ളുന്നു. കാറ്റ് എവിടേക്കാണ് വീശുക? ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്കാണ് വീശുക. അപ്പോൾ ഇവിടെ പുറത്തല്ലേ ഉച്ചമർദ്ദം, അകത്ത് ന്യൂനമർദ്ദമല്ലേ. അപ്പം ഈ ഉച്ചമർദ്ദമായിട്ടുള്ള പുറത്ത് നിന്ന് ഈ എവിടേക്ക് കാറ്റ് വീശും? അകത്തേക്ക്, ന്യൂനമർദ്ദമുള്ള സ്ഥലത്തേക്ക് കാറ്റ് വീശും. ഇത് ചുഴറ്റി അതിൻ്റെ ദിശ എങ്ങനെയാണ് വരിക? നമ്മൾ ഈ മേലെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഈ ചുഴറ്റിയിട്ടാണ് ഇത് വീശുണ്ടാവുക. അതുകൊണ്ടാണ് ഇത് ചുഴലിക്കാറ്റ് എന്ന് നമ്മൾ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണ് ചക്രവാതങ്ങൾ? ഒരു പ്രദേശത്ത് ന്യൂനമർദ്ദവും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദവും രൂപം കൊള്ളുന്നു. അപ്പോൾ ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. അങ്ങനെ രൂപം കൊള്ളുന്ന കാറ്റുകൾ ചുഴറ്റിയിട്ടാണ് വീശുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ചക്രവാതം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ചക്രവാതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചക്രവാതങ്ങൾ
ഉത്തരാർദ്ധഗോളത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ അത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഘടികാര ദിശയിലുമാണ് വീശുക. ഓക്കെ, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ അത് ഏത് ദിശയിലായിരിക്കും? എതിർ ഘടികാര ദിശ. ദക്ഷിണാർദ്ധഗോളത്തിലോ അത് ഘടികാര ദിശയിലായിരിക്കും വീശുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം പുറത്ത് ഉച്ചമർദ്ദം, അകത്ത് ന്യൂനമർദ്ദം. ഇത് ഉത്തരാർദ്ധഗോളമാണ്, ഇത് ദക്ഷിണാർദ്ധഗോളമാണ്. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾ എങ്ങനെയാണ്? എതിർ ഘടികാര ദിശ. എന്താണ് എതിർ ഘടികാര ദിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ വിപരീത ദിശ. ഇപ്പോൾ ക്ലോക്ക് തിരിയുന്ന, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് ഈ ഞാനിങ്ങനെ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ എതിരായിട്ടാണ് വീശുക. എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ. ദക്ഷിണാർദ്ധഗോളമാണെങ്കിലോ അത് ക്ലോക്ക് തിരിയുന്ന ദിശയിലാണ് വീശുക. ക്ലോക്ക് ഇങ്ങനെ തിരിയുന്നു. ഓക്കെ, അപ്പോൾ ക്ലോക്ക് തിരിയുന്ന ദിശയിൽ വീശുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം ഞാൻ വരയ്ക്കുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്ക് നിശ്ചയമില്ല. നിങ്ങൾ ഇവിടെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉത്തരാർദ്ധഗോളത്തിൽ കണ്ടോ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് തിരിയുന്നത്. കണ്ടോ, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് തിരിയുന്നത്. ഞാൻ വരച്ച ചിത്രം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ക്ലോക്ക് തിരിയുന്ന ദിശയിലാണ് അത് ഇതാക്കുന്നത്. കണ്ടോ, പുറത്തുനിന്ന് അകത്തേക്ക് ചുഴറ്റിയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണത് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചുഴലിക്കാറ്റെന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു രണ്ട് മേഖലകളിൽ ഈ പറയുന്ന കാറ്റുണ്ടാവാം അല്ലേ? ഈ രണ്ട് മേഖലകളിൽ ഈ കാറ്റുണ്ടാവുമ്പം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ഉഷ്ണമേഖലയിൽ സാധാരണ ഈ കാറ്റുകൾ ഉഷ്ണമേഖലയിലെ സമുദ്രഭാഗങ്ങളുടെ മേലെയാണ് രൂപം കൊള്ളാറുള്ളത്. സമുദ്രഭാഗങ്ങളുടെ മേലെയാണ് ഉഷ്ണമേഖലയിൽ സാധാരണ ഈ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ രൂപം കൊള്ളാറുള്ളത്. എന്നാൽ മിതോഷ്ണ മേഖലയിൽ സമുദ്രങ്ങളുടെ മേലെയല്ല. അത് സാധാരണ ഉഷ്ണമേഖലകളിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തണുത്ത വായുവും അതുപോലെ തന്നെ ചൂടുവായു, അതിന് നമ്മൾ പറയാം ഇവിടെ ശീതവായു, അതുപോലെ ഇത് ഉഷ്ണവായു. ഈ ഉഷ്ണവായുവും ശീതവായുവും കൂടെ സംഗമിക്കുന്ന സ്ഥലം, ഈ സംഗമിക്കുന്ന സ്ഥലത്തെ നമ്മൾ വാതമുഖം എന്ന് വിളിക്കും. വാതമുഖം. ഈ വാതമുഖങ്ങളിലാണ് സാധാരണ എന്തുണ്ടാവാറുള്ളത്? നമ്മുടെ മിതോഷ്ണ മേഖലകളിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾ രൂപം കൊള്ളാറുള്ളത്. അപ്പം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് സമുദ്രങ്ങളുടെ മേലെയാണ്. ഉഷ്ണമേഖലയിലുള്ള സമുദ്രങ്ങളുടെ മേലെയാണെന്നുണ്ടെങ്കിൽ മിതോഷ്ണ മേഖലയിലെ ചക്രവാതങ്ങൾ രൂപം കൊള്ളാറുള്ളത് എവിടെയാണ്? ശീതവായുവും ഉഷ്ണവായുവും കൂടി സംഗമിക്കുന്ന വാതമുഖങ്ങളിലാണ് ഇത് എന്ത് ചെയ്യാറുള്ളത്? ഇത് രൂപം കൊള്ളാറുള്ളത്. ഇനി ഉഷ്ണമേഖലയിലെ ചക്രവാതങ്ങൾ, അതായത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഈ കാറ്റ് സമുദ്രങ്ങളുടെ മേലെയാണ് രൂപം കൊള്ളുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ കുറവാണ്. ഓക്കെ, ഇതിൻ്റെ വ്യാപ്തി കുറവാണെന്നുണ്ടെങ്കിലും പക്ഷേ അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു വിനാശകാരി എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നാശനഷ്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ചെറുതാണെങ്കിൽ, വ്യാപ്തി കൊണ്ട് വലിപ്പം കൊണ്ട് അത് രൂപം കൊള്ളുന്നതിൻ്റെ വലിപ്പം കൊണ്ട് അത് ചെറുതാണെങ്കിലും, വ്യാപ്തി കൊണ്ട് ചെറുതാണെങ്കിലും അത് വലിയ നാശനഷ്ടങ്ങൾ, വളരെ വിനാശകാരിയായിട്ടുള്ള കാറ്റുകളാണ്. എന്നാൽ മിതോഷ്ണ മേഖല ചക്രവാതങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വലുതാണ്, വലുപ്പം കൂടുതലാണ്, പക്ഷേ അത് വലിയ അളവിൽ വിനാശകാരികളല്ല. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കടലിലാണല്ലോ ഉപോഷ്ണ ചക്രവാതങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഉപോഷ്ണ ചക്രവാതങ്ങൾ കടലിൽ രൂപം കൊള്ളുന്നു. ഈ കടലിൽ രൂപം കൊള്ളുമ്പോൾ കടലിൽ ഘർഷണം വളരെ കുറവാണ്. ഘർഷണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ കാറ്റ് വളരെ ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു? വീശാൻ തുടങ്ങും. ഇത് ചുഴറ്റിയിട്ടാണ് വീശുക. അപ്പോൾ വളരെ ശക്തിയിൽ ഇത് വീശിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ ശക്തിയിൽ ഇത് ചുഴറ്റി വീശുമ്പോൾ
ഇത് നമ്മുടെ ഒരു നമ്മളിവിടെ വായിച്ച കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഇത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുമെന്ന്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങും. അപ്പോൾ ഈ കടലിൽ അപ്പോൾ നിങ്ങൾക്ക് ചിത്രം വരച്ചിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഇതാ ഇവിടെ കടലിൽ ഈ കാറ്റ് ഉണ്ടായി. ഈ കാറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇത് ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇത് ഇങ്ങോട്ടേക്കാണ് ചലിക്കുക. ഇങ്ങനെ ചലിക്കുമ്പോൾ കടലിൻ്റെ ഈ ഭാഗത്ത് കരയാണ് അല്ലേ. കടലിൻ്റെ ഈ ഭാഗത്ത് കടലിൽ ഇത് രൂപം കൊണ്ടു, കടലിൽ നിന്ന് ശക്തമായിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഇതിങ്ങനെ കടലിൽ നിന്ന് ഇത് നേരെ കരയിലേക്ക് തൊടുമ്പോൾ ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇത് വരിക. എല്ലാ ചക്രവാതങ്ങളും ഇങ്ങനെ വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഇങ്ങോട്ടേക്ക്, അതിൻ്റെ പല കാരണങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഇത് നമ്മുടെ കര തൊടുമ്പോൾ കരയിൽ താമസിക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, കരയിൽ താമസിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഇത് ഈ നല്ല ഫോഴ്സിൽ, നല്ല ശക്തിയിൽ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ കുടിലുകളെയൊക്കെ തകർക്കും അല്ലേ. ഓക്കി ചുഴലിക്കാറ്റ് എത്രയോ ആളുകൾ അല്ലേ കേരളത്തിലടക്കം കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ചുഴലിക്കാറ്റുകൾക്ക് പേരൊക്കെ ഇടുന്നത്, ഇപ്പോൾ ഇന്ത്യയിലും ഒക്കെ വീശുന്ന ചുഴലിക്കാറ്റുകൾക്ക് ഇന്ത്യയും ഉപഭൂഖണ്ഡത്തിൽ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളും അല്ലേ, ഇപ്പം ശ്രീലങ്ക, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ നമ്മുടെ UAE രാഷ്ട്രങ്ങൾ അല്ലേ, സൗദി അറേബ്യ, ഖത്തർ, ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശ്, നേപ്പാൾ, ഇങ്ങനെയുള്ള കുറേ ഇന്തോനേഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരാണ് ഓൾറെഡി നമ്മൾക്ക് വരാൻ പോകുന്ന ഇനിയൊരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് പേരിടണമെന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓക്കി ചുഴലിക്കാറ്റ് ശരിക്കും ബംഗ്ലാദേശുകാരിട്ട ഒരു പേരായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ജവാദ്, അഫാൻ അങ്ങനെയൊക്കെയുള്ള കുറേ ചുഴലിക്കാറ്റുകളൊക്കെ വന്നുപോയി. അങ്ങനെ ഓരോരുത്തരും ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇനി ഓരോ രാജ്യങ്ങൾക്കാണ് അടുത്തത് ഇനി ഇന്ന രാജ്യമാണ് പേരിടേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു പേര് അവർ ഒരു വർഷം വരാൻ പോകുന്ന ചുഴലിക്കാറ്റുകൾക്കൊക്കെ ആദ്യമേ പേരിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ത്യയൊക്കെ അതുപോലെ പേര് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഓരോ രാജ്യങ്ങൾക്കാണ് ആ പേര് ഇടാനുള്ള ഉത്തരവാദിത്തം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അവർ പേര് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ വർഷം വരുന്നതിനനുസരിച്ചിട്ട് അതാത് പേരുകൾ ഇങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ ഊഴമാകുമ്പോൾ അതാത് പേരുകൾ സ്വീകരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ പ്രധാനമായിട്ട് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കാറ്റുകളാണ്, ഈ ചക്രവാതങ്ങളാണ് നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ. കാര്യം ബംഗാൾ ഉൾക്കടൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇത് ഇന്ത്യ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെയാണല്ലോ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ചക്രവാതം എന്ത് ചെയ്യുന്നു, പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കരഭാഗത്തേക്ക് ഒഡീഷ, നമ്മുടെ ബംഗാൾ, നമ്മുടെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ തമിഴ്നാട്, ഈ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ ഈ ഏകദേശം ഈ ഒരു തെക്ക് ഭാഗവും ഇവിടങ്ങളിലൊക്കെയാണ് ഇത് ബാധിക്കുക. എന്നാൽ നമ്മുടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു ചക്രവാതം ഒരിക്കലും ഇന്ത്യയുടെ കരഭാഗങ്ങളിലെ, അതിൽ ഗുജറാത്ത് അല്ലെങ്കിൽ കേരളം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വന്നതായിട്ട് എവിടെയും നമ്മൾ കാണാറില്ല. കാര്യം അത് അതിൻ്റെ പടിഞ്ഞാറേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലോട്ടേക്കല്ല, ഇന്ത്യയുടെ കരഭാഗത്തോട്ടേക്കല്ല, അത് ഇങ്ങോട്ടേക്കാണ്. കണ്ടോ, ഈ ദിശയിലേക്കാണ് അത് പോവുക. അപ്പോൾ ഈ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു ചക്രവാതം അതിൻ്റെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ അത് ഇന്ത്യയിലേക്കല്ല പ്രവേശിക്കുക, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം വന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കാര്യം അവിടെ ന്യൂനമർദ്ദം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചുഴലിക്കാറ്റായി, ഒരു ചക്രവാതമായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കരയിലേക്ക് പ്രവേശിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അറബിക്കടലിൽ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ കരയിലുള്ളവർ പേടിക്കേണ്ട, കടലിലുള്ളവർ പേടിക്കണം. കടലിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകും. വാർത്തകളിൽ പറയാറില്ലേ, ന്യൂനമർദ്ദം വന്നു, അതുകൊണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറയാറുണ്ട്. കാര്യം അവർ പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് അവർ ബുദ്ധിമുട്ടാകും, പക്ഷേ കരയിലേക്ക് അത് അടുക്കില്ല. അപ്പം ഈ കാറ്റ് എത്രത്തോളം ശക്തിയിലാണ് വരുന്നത്, അതിനനുസരിച്ച് ഈ കരഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഒരു ചക്രവാതം അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് വരുന്നത്. അതിൻ്റെ വ്യാപ്തി കുറവാണെങ്കിലും അതിൻ്റെ നാശനഷ്ടങ്ങൾ വളരെ കൂടുതലാകും. അതിൻ്റെ കാരണം ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ
മിതോഷ്ണ മേഖലയിൽ വരുന്ന കാറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ കടലിലെ മേലെയല്ല, അത് കുറച്ചും കൂടെ കരഭാഗത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാതമുഖങ്ങളിലാണ് സംഗമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം വിനാശകാരികളൊന്നുമല്ല. അത് ഓൾറെഡി കരഭാഗത്താണ് അത് എന്ത് ചെയ്യുന്നത്, അത് ഉണ്ടാകുന്നത്. കരഭാഗത്ത് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഓൾറെഡി അവിടെ എന്തുണ്ട്, ഘർഷണം, അവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ കാരണത്താൽ അവിടെ ഘർഷണം, കാറ്റിൻ്റെ സ്പീഡ് അത്രത്തോളം കൊണ്ട് ഉയരില്ല. അതുകൊണ്ട് തന്നെ മിതോഷ്ണ മേഖലയിലെ മിതോഷ്ണ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത് വ്യാപ്തി കൂടുതലാണെങ്കിലും വിനാശകാരികളല്ല. ഉഷ്ണമേഖല ചക്രവാതങ്ങളാണ് വ്യാപ്തി കുറവാണെങ്കിലും ശക്തി വളരെ കൂടുന്നത്. ഒരു ചക്രം, നമ്മൾ നിലച്ചക്രം എന്നൊക്കെ പോലൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു കാറ്റാണ് ഇത്. അപ്പം ഇതിൻ്റെ കൂടെ ഈ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ കൂടെ വേറൊരു കാര്യം കൂടി ഉണ്ടാവാറുണ്ട്. അത് തീരപ്രദേശങ്ങളിൽ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അത് ഈ പറയുന്ന ചുഴലിക്കാറ്റുകൾ മഴയ്ക്ക് കൂടി കാരണമാക്കാറുണ്ട്. അപ്പം ഇത് ഒരു ചക്രവാതത്തിൻ്റെ കൂടെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും അതിൻ്റെ കൂടെ മഴ കൂടി വരാറുണ്ട്. പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാറ്റുകളെ നമ്മൾ വേറെ പേരുകളിൽ വിളിക്കുന്നു. ഹാരിക്കെയിൻസ് നമ്മൾ വിളിക്കുന്നത് USA-യിലാണ്. USA-യിലുള്ള ഈ കാറ്റുകളെ നമ്മൾ ഹാരിക്കെയിൻസ് എന്ന് വിളിക്കാറുണ്ട്. ടൈഫൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ടൈഫൂൺസ് എന്ന് വിളിക്കാറുള്ളത്. വില്ലീസ് എന്ന് വിളിക്കാറുള്ളത് നമ്മൾ പലപ്പോഴും ഓസ്ട്രേലിയയുടെ ഭാഗത്തൊക്കെ വീശുന്ന ചക്രവാതങ്ങളെയാണ്. ടൊർണാഡോ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ടൈപ്പാണ്. ടൊർണാഡോ കുറച്ചും കൂടെ ഈ USA-യിൽ തന്നെയാണ് നമ്മളതിനെ പറയാറുള്ളത്. ഇപ്പോൾ ഒരു കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു 60 ചില്ലാൻ കിലോമീറ്റർ പെർ ഹവറിൽ, മണിക്കൂറിൽ 60 ചില്ലാൻ കിലോമീറ്റർ വേഗതയിൽ ഒരു കാറ്റ് വീശിയാൽ തന്നെ നമ്മൾ അതിനെ ചക്രവാതമായിട്ട് കണക്കാക്കും, ചുഴലിക്കാറ്റായിട്ട് കണക്കാക്കും. 117 കിലോമീറ്റർ പെർ ഹവറിൽ വീശിയാലാണ് ശരിക്ക്, 117 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ വീശിയാലാണ് ശരിക്കും അതിനെ ചുഴലിക്കാറ്റായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ കുറച്ചുകൂടെ 63 കിലോമീറ്റർ പെർ ഹവർ വന്നാൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഒഡീഷയിലാണ് ഒരു ചുഴലിക്കാറ്റ്, നമ്മൾ ഇത്രയും 10,000-കണക്കിന് ആളുകൾ മരിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് നമ്മളിത് നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ദിശകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത്, പ്രതിചക്രവാതം എന്ന് പറയുന്നത്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ തിരിച്ചു പറയാം. നേരത്തെ നമ്മൾ എന്താ പറയുന്നത്, ഒരു പ്രദേശത്ത് ന്യൂനമർദ്ദവും അതിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഉച്ചമർദ്ദവും രൂപപ്പെട്ടു, അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ നേരെ ഓപ്പോസിറ്റ് പറയാം. ഒരു പ്രദേശത്ത് ഉച്ചമർദ്ദവും അതിന് ചുറ്റുമുള്ള പ്രദേശത്ത് ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. മാറിയില്ലേ? അങ്ങനെ നേരത്തെ പുറത്തുനിന്ന് അകത്തേക്കാണ് വീശിയെങ്കിൽ ഇപ്പോൾ എന്താണ്, അകത്തുനിന്ന് പുറത്തേക്ക് വീശും അല്ലേ? അപ്പോൾ അതും ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഈ കാറ്റുകൾ, അതായത് പ്രതിചക്രവാതങ്ങൾ ഘടികാര ദിശയിലായിരിക്കും വീശുക. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ എതിർ ഘടികാര ദിശയിലായിരിക്കും വീശുക. അപ്പോൾ എവിടുന്ന് എവിടേക്കാണ് കാറ്റ് വീശുക? അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഘടികാര ദിശയിൽ വീശും ഉത്തരാർദ്ധഗോളത്തിൽ. നേരത്തെ പ്രതിചക്രവാതം എതിർ ഘടികാര ദിശയായിരുന്നു. ഇവിടെ എതിർ ഘടികാര ദിശയിൽ, അകത്തുനിന്ന് പുറത്തേക്ക് തന്നെയാണ്, പക്ഷേ എതിർ ഘടികാര ദിശയിലായിരിക്കും വീശുന്നുണ്ടാവുക. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ചിത്രങ്ങൾ ഞാൻ വരച്ചതിനേക്കാൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ എവിടെയുണ്ട്? കണ്ടോ? പ്രതിചക്രവാതങ്ങൾ ഉച്ചമർദ്ദം നടുവിൽ വരുന്നു, ഇവിടെ അതിന് ചുറ്റുഭാഗം ന്യൂനമർദ്ദമാണ്. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ കണ്ടോ, ഘടികാര ദിശയിൽ വീശുന്നു, ക്ലോക്ക് തിരിയുന്ന പോലെ വീശുന്നു. ഇവിടെ കാണാം, ദക്ഷിണാർദ്ധഗോളത്തിൽ കാണാം, ക്ലോക്ക് തിരിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ വീശുന്നു. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ ഇവിടെയും നിങ്ങൾ പേജ് നമ്പർ 26-ലും പേജ് നമ്പർ 27-ലും നോക്കിയ ചിത്രങ്ങളൊന്ന് നോക്കുക. അപ്പം നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് വലിയ പ്രക്ഷുബ്ധതകളൊന്നും ഉണ്ടാക്കുന്ന കാറ്റുകളല്ല. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റുകളല്ല. പക്ഷെ നമുക്ക് പറയാം, അസ്ഥിരവാദങ്ങളിലെ ഒരു ടൈപ്പാണ് പ്രതിചക്രവാതം. ചക്രവാതമാണ് നമ്മൾ ഈ പറഞ്ഞ ചുഴലിക്കാറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. കണ്ടോ? അകത്തുനിന്ന് പുറത്തേക്ക്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതത്തിൽ കാറ്റ് വീശുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ആർദ്രത, അതോടുകൂടി കാറ്റുകൾ കഴിഞ്ഞു, നമുക്കിനി ആർദ്രതയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോകാം. എനിവേ, താങ്ക് യു സോ മച്ച്.